ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഗിൽറ്റ് ടോപ്പും മെറ്റലിൻ്റെ ഹെയർ ബോയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഏകദേശം ഒരു സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ സംശയത്തിനുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒട്ടുമിക്ക ആളുകൾ മറന്നു പോകുന്നുണ്ട്. അറിയാത്തത് കൊണ്ടാണോ മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ഒത്തിരി വിഷമമുള്ളൊരു കാര്യം കൂടിയാണത്. നിങ്ങളിലേക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് എത്തിക്കണമെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. കാരണം ഒത്തിരി ആളുകളുടെ റിക്വസ്റ്റോട് കൂടിയിട്ടുള്ള വീഡിയോകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 2 ആൾ അല്ലെങ്കിൽ ഒരാളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ബണ്ണിൻ്റെ മെറ്റീരിയൽസിന് ക്യാഷ് അടച്ചിട്ട ഒരുപാട് ആളുകളുണ്ട്. അതിൽ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, നമുക്ക് വലത് കൈ വശമില്ല, നിങ്ങൾ ഇടത് കൈ വെച്ചിട്ടൊന്ന് ചെയ്യണത് കാണിക്കുമെന്നൊക്കെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് ഇടത് കൈ വശമില്ല എങ്കിലും കൂടിയിട്ട് കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ക്രേബ് വർക്ക് ചെയ്യുന്ന വീഡിയോകൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഇനിയും ഡിസൈനുകൾ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി വർക്കുകൾ എല്ലാം ഡിലേ ആയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ ചോദിച്ച ആളുകളൊക്കെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഇത്തിരി സമയം നിങ്ങൾ തരണം. അപ്പോൾ ഓരോ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും ഇൻഷാ അല്ലാഹ്, അധികം വൈകാതെ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഗിൽറ്റർ ടോപ്പ് കട്ടാക്കി എന്നുള്ളത്. ഒരു പീസ് കട്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ സെയിം അളവ് തന്നെ ബാക്കിയുള്ള എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ചധികം പീസ് തന്നെ നമ്മളിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണുക കേട്ടോ. നല്ല രീതിക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കാരണം ഇത് കുറച്ചൊരു ഹെവി വർക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 60-65 രൂപക്ക് സെയിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബോയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഗിൽറ്റർ ടോപ്പ് സ്റ്റോക്ക് ഔട്ടല്ല മോഡൽ ഔട്ടായൊരു സംഭവം കൂടിയാണല്ലോ എന്ന്. കാരണം ഒത്തിരി ട്രെൻഡിങ്ങോട് കൂടി നിന്നിരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു അല്ലേ ഗിൽറ്റർ ടോപ്പ്, നെയ്മ് ഹെയർ ബാൻഡൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വേറൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നെയ്മ് ഹെയർ ബാൻഡ് വെച്ചിട്ട് ചില ആളുകൾ നമ്മളോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത് എന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പ് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചില ആളുകളുടെ ഉള്ളിലുണ്ടാവും എങ്ങനെ ചോദിക്കുക എന്നുള്ള മടി കാരണം കൊണ്ടായിരിക്കും ചില ആളുകൾ ചോദിക്കാത്തത്. അപ്പോൾ ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നെയ്മ് ഹെയർ ബാൻഡിൽ ലെറ്റർ എല്ലാം തീർന്നിട്ടുണ്ട്, ബാക്കിയുള്ള ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അത് വെച്ചിട്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെയ്മ് ലെറ്റർ ബീഡ് വെച്ചിട്ട് ഒരു നെയ്മ് ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നമ്മളെ ചാനൽ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ ആ വീഡിയോസ് ഒന്ന് പോയി കാണുക കേട്ടോ. ആ ചോദിച്ച ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ വേറെയും നെയ്മ് ഹെയർ ബാൻഡ് ചെയ്ത് ഞാൻ കാണിക്കാമെന്നും. ഈ അക്ഷരങ്ങൾ മാത്രമല്ലാതെ ഇപ്പോൾ ഒരാളുടെ പേര്, ഇപ്പോൾ ഏകദേശം ഒരാളുടെ പേര് ആയിഷ എന്നാണെന്നുണ്ടെങ്കിൽ ആ ആയിഷ എന്നുള്ള അക്ഷരം മാത്രമല്ലാതെ ഒരു ഹെയർ ബോല് ഏത് ലെറ്റർ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ആ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആർട്ടിക്ക് ഒരുപാട് ആളുകൾ നമുക്ക് എന്താ പറയുക ആ വീഡിയോസ് കണ്ടതിന് ശേഷം ചെയ്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പുതുതായിട്ട് വന്ന ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യം വീണ്ടും പറയണില്ല, നമ്മൾ വർക്കിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് ആ ഒരു ഗിൽറ്റർ ടോപ്പിൻ്റെ ഒരു ഷേപ്പിലുള്ളത്, എന്താ പറയുക ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഓരോ ഇതളുകളായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഗ്ലൂ ഗണ്ണ് എന്തിനു വെച്ചതാണെന്ന്. പക്ഷേ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ചില ഗ്ലൂ ഗണ്ണിൽ യൂസ് ആക്കുന്ന ചില ഗമ്മുകൾ എന്താ പറയുക ഈ ഒരു മെറ്റലിൻ്റെ ഹെയർ ബോൾ പ്രസ് ചെയ്യാൻ ഇത്തിരി പാടാണ്, അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ ഗ്ലൂ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ താനെ
അത് പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പൊക്കെ യൂസാക്കിയിരുന്ന ഗ്ലൂക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഗ്ലൂ ഗണ്ണിൽ യൂസാക്കിയതിന്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഒരേ സെയിമിൽ വരുന്നത്. ഇപ്പോൾ കമ്പനി ചേഞ്ച് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ആയാലും അതിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് സ്റ്റിക്കാവുന്നതും അതുപോലെ പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നതായിട്ടുള്ള സ്റ്റിക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ അത് അടർന്ന് പോരായപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്ത് അതിന് ശേഷം ഞാൻ ഒരു ഐഡിയയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവും, വീഡിയോ കണ്ടാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു വശപിശകുള്ള പോലെ തോന്നുന്നുണ്ടാവില്ലേ. കാരണം നമ്മൾ ഇത് മുമ്പ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്, നേരിട്ട് നമ്മൾ നിങ്ങളിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മളത് കെട്ടിയെടുക്കുന്നത് നല്ല രീതിക്ക് തന്നെ ടൈറ്റായിട്ട്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ആ ചുരുട്ടി കൊടുത്ത കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിലാണ് ആ കമ്പി രണ്ടും ഒരേ സെയിമിൽ പിടിച്ചിട്ട് ആണ് നമ്മൾ വേറെ ഒരു കമ്പി വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമുക്ക് ഏതൊരു ഡിസൈനിലോട്ടാണ് അത് വരേണ്ടത് ആ ഒരു ഷേപ്പിലോട്ട് അത് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോണത് അടുത്തതും അതേ സെയിം മെത്തേഡോട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുള്ള ആളുകൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെയർ ബോ ഐറ്റംസും വേണമെന്നുള്ള ആളുകൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഒത്തിരി ആളുകളുണ്ട്, പുതുതായിട്ട് വരുന്ന ആളുകൾ, ഒത്തിരി കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മളോട് ചോദിക്കുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. A to Z വരെയുള്ള എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞാൻ എങ്ങനെയാണോ അവരോട് എന്താ പറയുക അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒത്തിരി ബിസിനസ് ചെയ്ത് പരിചയമുള്ളൊരു വ്യക്തിയോ ഒന്നല്ല ഞാൻ, എങ്കിലും കൂടിയിട്ട് എൻ്റെ ഒരു 9 മാസത്തോളം ഉള്ള ഒരു പരിചയത്തിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു അറിവ് പങ്കിടുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ട്, ഇതിലും കൂടുതൽ അറിവുള്ള ആളുകൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. എങ്കിലേ എനിക്ക് എൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഈ വർക്ക് എന്നല്ല ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനെങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ ചില ആളുകൾക്ക്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഈ ഒരു ഫാമിലിയിലോട്ട് ഒത്തിരി ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ തലയും വാലില്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ കേട്ടവരൊക്കെ കുറച്ച് സമയം ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് കേട്ടോ. അതും ബിഗ് ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് നമ്മളത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. എന്നിട്ട് അതേ രീതിയിൽ അത് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് ഒരു ഹെയർ ബോ ചെയ്യുന്നത് എന്നുള്ളൊരു മെത്തേഡാണ് അതിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. കാരണം ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് നല്ല രീതിക്ക് സക്സസ്ഫുൾ ആവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിലാക്കാൻ പറ്റും കേട്ടോ. കാരണം ഇനി ഒരു മാസത്തെ ടൈമിംഗ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നല്ല രീതിക്ക് അത് പഠിച്ചെടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ, വീട്ടിലുള്ള മക്കൾ, അതുപോലെ നഴ്സറികൾ, സ്കൂളുകൾ, അംഗനവാടികൾ അങ്ങനെ സംഭവങ്ങളിലൊക്കെ പോണ ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് എങ്ങനെ ആയാലും ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ദിവസങ്ങളിൽ എന്താ പറയുക സ്കൂളിൽ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമുക്ക് എന്ത് കാര്യത്തിലും മടിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു വർക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് പൂർണ്ണമായിട്ടും ഫ്രഷ് ആവാൻ ഒരു നല്ലൊരു
അവസരം കൂടിയാണ് കേട്ടോ ഇതുപോലത്തെ വർക്കുകളൊക്കെ. നമ്മൾ ബിസിനസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നതിലുപരി ഒത്തിരി ആളുകൾ ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനും കൂടി ഇതുപോലത്തെ വർക്കിൽ ഏർപ്പെട്ടാൽ കഴിയും കേട്ടോ. കാരണം അവരിതുപോലെ ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിൽ തോന്നും എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ മടി പിടിച്ചിരിക്കാതെ തീർച്ചയായിട്ടും ഇങ്ങനൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുക കേട്ടോ. നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സപ്പോർട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുക. കാരണം ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്ത് ചാടി വരുമൊന്നും വേണ്ട. നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു കെൽപ്പുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതും കുറഞ്ഞ എമൗണ്ടിൽ, കൂടുതൽ വാരി വലിച്ച് വാങ്ങാതെ, മെറ്റീരിയൽസ് ഒന്നും കൂടുതലായിട്ട് എടുക്കാതെ കുറഞ്ഞ രീതിക്ക് നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 600 രൂപക്ക് 300 രൂപക്ക് ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ 300 രൂപയ്ക്ക് ഹെയർ ബോ മെറ്റീരിയൽസും എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് റണ്ണിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെലക്ട് ആക്കാൻ പറ്റും. അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, ആരെ കയ്യിൽ നിന്നായാലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 100% നമുക്ക് സ്വയം കോൺഫിഡൻറ്റ് വേണം. മറ്റൊരാളെ കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഇത് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു 100% കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ. കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഭാരം ഉള്ള ജോലികളോ ഒന്നുമല്ല. നമുക്ക് ജസ്റ്റ് നമ്മളെ എല്ലാ ടൈമുകളും കഴിഞ്ഞതിന് ശേഷം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജോലി മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് ചില ആളുകൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർക്കുകൾ കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിച്ചു വരുമ്പോൾ അവർ ശ്രമിക്കുന്നുണ്ട് ചെയ്യാൻ. ഞാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടെങ്കിലും വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടെങ്കിലും പക്ഷേ അവർ സ്വയം ചെയ്ത് നോക്കുന്നുണ്ട്. അവർ എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടും അവർ ഇട്ട് പോകാതെ അതിൽ തന്നെ ഉറച്ച് നിൽക്കുന്നുണ്ട്. കാരണം തോറ്റു കൊടുക്കാൻ ഒരിക്കലും അവർ മനസ്സില്ല എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് മുമ്പോട്ട് പോകണ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഇനിയും ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക. നമ്മൾ വലത് കാലം എങ്ങോട്ടാണോ വെച്ചത് ആ വെച്ച സ്ഥാനത്തിൽ നിന്ന് പിറകിലോട്ട് വലിക്കാതെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മളായി തന്നെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റിൽ ഇപ്പോൾ ഒരു ടൈം നമ്മൾ ചെയ്ത് ഇത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് സെയിലാക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇരുത്ത് അവിടെ ഇരിക്കുകയേ ഉള്ളൂ കേട്ടോ. വേറെ വർക്കിലൊന്നും നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപ പോയിട്ട് 1 രൂപ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് അത്രത്തോളം നമുക്ക് നമ്മളെ വർക്കിൽ വിജയം ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു ദിവസം സെയിലിംഗ് ഉണ്ട്, പിറ്റേ ദിവസം സെയിലിംഗ് ഇല്ലയെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻഷൻ ആവുമെന്ന് വേണ്ട. അങ്ങനെ ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെൻഷൻ അടിക്കണം കേട്ടോ. കാരണം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സെയിലിംഗ് ഓർഡറാണ് നമ്മൾ എടുക്കാറുള്ളത്. ആ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ 4-5 ദിവസം ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഉള്ള സത്യാവസ്ഥ പറയാമല്ലോ, ഒരു ഓർഡറും ഉണ്ടാവില്ല. അപ്പോൾ ഒത്തിരി ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓർഡർ കാര്യങ്ങൾ നമുക്കിത് ഡെയിലി ഇങ്ങനെ ശീലമായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ പിന്നെ അവസരം നമ്മളെ തേടിങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ സെയിലിംഗ് നടന്ന് പിന്നീട് സെയിലിംഗ് നടക്കണില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. നിങ്ങൾ മുമ്പോട്ട് വെച്ച കാല് ബാക്കോട്ട് വലിക്കാനും നിൽക്കണ്ട. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി നിങ്ങളെ അവസരം തീർച്ചയായിട്ടും വന്നിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഹെയർ ബോ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.